അല്ല, അത് സർക്കാർ ശക്തമായി തന്നെ കേസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേസ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റേ ചെയ്തില്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ എല്ലാം വധശിക്ഷയല്ലേ. കാരണം അത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ കേസ് പരിഗണിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സാധാരണ നടപടിക്രമമായിട്ടാണ് അത് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ വധശിക്ഷകളിലെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ മാനസികമായ പരിശോധന, ജയിലിലെ പെരുമാറ്റം, അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൂടി കോടതി പരിഗണിക്കും. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുമ്പോൾ തന്നെ സമാനമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്. മാനസികമായിട്ടുള്ളതിന്റെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയിലിലെ പെരുമാറ്റം സംബന്ധിച്ച റിപ്പോർട്ടുകൾ അതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊരു സാധാരണ നടപടിക്രമമാണ്. ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്നതിനാവശ്യമായ സമീപനമാണ് ഇതുവരെ കോടതികളിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതേ സമീപനം തന്നെ അതിശക്തമായി ഉന്നത നീതിപീഠത്തിലും സ്വീകരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ളത് സാധാരണ കേസെടുക്കുമ്പോൾ തന്നെ സ്റ്റേ ചെയ്യുക രൂപത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പോ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കേസ് എടുക്കുന്ന ഒരു കാര്യമില്ല. കാരണം വധശിക്ഷ നടപ്പിലാക്കിയിട്ട് സാധാരണ ചെയ്യില്ലല്ലോ. അത് സുപ്രീം കോടതി സാധാരണ ചെയ്യുമ്പോഴാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ഭാഗം വളരെ ശക്തമായി തന്നെ ഈ ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുമ്പോഴാണ് എല്ലാ കോടതികളിലും നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോ സെർച്ച് കമ്മിറ്റികളെ സംബന്ധിച്ചുള്ള ഒരു ഇത് നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് വളരെ ഇപ്പോ കേസിന്റെ അന്തിമ വിധി അല്ലെങ്കിൽ പോലും സുപ്രീം കോടതി ബംഗാൾ സർവകലാശാലകളെ സംബന്ധിച്ച് വളരെ ഗൗരവമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട് ചുമതലകൾ നൽകുന്നതിന് പോലും സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം തേടേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തേടാതെ വന്നപ്പോൾ ചിലത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഈ തർക്കം രൂക്ഷമായ ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ ഇപ്പോൾ സെർച്ച് കമ്മിറ്റി അവിടെ മുൻ ചീഫ് ജസ്റ്റിസ് ലളിത് അധ്യക്ഷനായിട്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക മലയാളിയാണ് ഡോക്ടർ മീന പിള്ള. അവരുടെ പേരാണ് താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് കാലിക്കറ്റിലേക്ക് ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്നത്. അത് ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം പുതിയ ആളെ വെച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ ശ്രദ്ധേയമായ കാര്യം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കമ്മിറ്റി ഒരു സെർച്ച് കമ്മിറ്റി ഒരു പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണം. വകുപ്പ് മന്ത്രിക്കല്ല. നിയമത്തിലെ വ്യവസ്ഥകൾ വ്യത്യസ്തമാണ്. എന്നാൽ സുപ്രീം കോടതി പറയുന്നു ആൽഫബറ്റിക്കൽ ഓർഡറിൽ മുഖ്യമന്ത്രിക്ക് നൽകണം. മുഖ്യമന്ത്രി അതിന്റെ മുൻഗണനാ പ്രകാരം ചാൻസലർക്ക് നൽകണം. അതിൽ നിന്നാണ് ചാൻസലർ നിയമനം നടത്തേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ ഈ മുൻഗണന മാറുന്നുവെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണം ഈ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് ബംഗാൾ കേസിനകത്ത് സുപ്രീം കോടതിയുടെ വിധി. അത് ഈ കേസുമായി പലതരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പറ്റുന്ന രൂപത്തിൽ സംസ്ഥാന സർവകലാശാലയാണല്ലോ, അതിലേക്ക് നയിക്കുന്നതിന് ഈ നിരീക്ഷണങ്ങൾ സഹായകരമായിരിക്കുമെന്നാണ് തോന്നുന്നത്.